പുതുപ്പള്ളി മഴക്കെടുതിയിലാണ്. കേരളം മൊത്തം ഇപ്പം മഴയാണ്, വെള്ളപ്പൊക്കമാണ്. അങ്ങനെ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലും വെള്ളം കയറിയിരിക്കുകയാണ്. പള്ളിക്കകത്ത് പ്രവേശിച്ചില്ലെങ്കിലും പള്ളിയുടെ മെയിൻ കവാടങ്ങളിലും ഫുള്ള് വെള്ളത്തിലാണ്. തന്മൂലം പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലാണ് വെള്ളം കയറി നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള ATMൻ്റെ അവിടെ എല്ലാം വെള്ളമാണ്. കൂടാതെ പള്ളിക്ക് ചുറ്റും വെള്ളമുള്ള കാരണം അവിടെ ഇഷ്ടം പോലെ ആളുകളാണ് വെള്ളത്തിൽ കളിക്കാനും സമയം ചെലവഴിക്കാനും വേണ്ടി വരുന്നത്. അതും ഫാമിലിയായിട്ടാണ് വരുന്നത്. കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും രസമാണ് വെള്ളത്തിൽ കളിക്കാനൊക്കെ. പിന്നെ കൂടാതെ തന്നെ വഴിക്ക് വെള്ളം കയറി നിൽക്കുന്ന കാരണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വളരെയേറെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ. വഴിയുടെ ഒരു സൈഡിലോട്ട് ക്രമാതീതമായ വെള്ളം നിൽക്കുന്ന കാരണം വഴിയിൽ ഫുള്ള് പ്രവേശിക്കാൻ പറ്റില്ല. അവർ സൈഡിൽ ചേർന്നാണ് ഇപ്പോൾ വണ്ടികളെല്ലാം പോകുന്നത്. തന്മൂലം വളരെയേറെ യാത്ര തടസ്സം നേരിടുന്നുണ്ട്. അവിടെ നല്ലപോലെ വെള്ളമുണ്ട്. അവിടെ എന്താ ബൈക്ക് പോകുന്നുണ്ട്, ബൈക്കിൻ്റെ ടയറിൻ്റെ ഫുള്ള് വെള്ളത്തിലാണ് പോകുന്നത്. കണ്ടോ, അത്രയ്ക്കും വെള്ളമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടികളും ഒരു സൈഡിൽ ചേർന്നാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ പോലീസോ ഒന്നുമില്ല. എല്ലാവരും സ്വയമേ കൺട്രോൾ ചെയ്ത് പോവുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു അളവ് കാണണമെങ്കിൽ ആ പള്ളിയുടെ മതിലിലോട്ട് നോക്കിയാൽ മതി. ആ പള്ളിയുടെ മതിലിൻ്റെ പകുതിയോളം വെള്ളം കയറി നിൽക്കുകയാണ്. അപ്പം നമുക്ക് പുതുപ്പള്ളി പള്ളിയുടെയും സമീപപ്രദേശത്തെയും വെള്ളം കയറി നിൽക്കുന്നതിൻ്റെ ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാം. നല്ല രസമായിരിക്കും. അപ്പം ഇവിടെ വരുന്നവരെല്ലാം സൂക്ഷിച്ച് വരിക. വെള്ളക്കെട്ടാണ്, സൈഡിൽ കണ്ടവും തോടും എല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ട് വരിക, സേഫായിട്ട് എൻജോയ് ചെയ്യുക. ഒറ്റയ്ക്കാരും വരാതിരിക്കുക. ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടെയൊക്കെ വരിക. എന്നുവെച്ചാൽ വെള്ളമുള്ള കാരണം എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് പുതുപ്പള്ളി പള്ളിയുടെ ഒരു ആകാശ ദൃശ്യം. ഉണ്ടോ, ഫുള്ള് വെള്ളമാണ്. എവിടെ നോക്കിയാലും വെള്ളമാണ് പള്ളിക്ക്. ഉണ്ടോ, കലങ്ങി മറിഞ്ഞാണ് വെള്ളം വരുന്നത്. കിഴക്കൻ വെള്ളം വരുന്നതാണ് കലങ്ങി മറിഞ്ഞു വരുന്നത്. അപ്പം കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക.